ഇഷ്ടപ്പെട്ട ഫുഡ് കഴിച്ചുകൊണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? നമ്മൾ 90s കിഡിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളിനി എത്ര ഇൻസൾട്ട് ചെയ്താലും, നമ്മളൊരാവശ്യമില്ലാത്ത കാര്യത്തിന് കുറ്റം പറഞ്ഞാലും, ചെയ്യാത്ത തെറ്റിന് വഴക്ക് പറഞ്ഞാലും കുറേയൊക്കെ കേട്ടുകൊണ്ട് നിൽക്കും. നമ്മൾ അത്രയ്ക്ക് റിയാക്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുമ്പോൾ. അപ്പോൾ റിയാക്ട് ചെയ്താലും പറയും അഹങ്കാരി, ധിക്കാരി, വായാടി. ഇതൊക്കെയാണ് നമുക്കുള്ള ലേബൽ. എൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്നെ പെട്ടെന്ന് പറ്റിക്കാൻ നിന്നു കൊടുക്കും ഞാൻ. എന്നാൽ അവർ പറ്റിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അവരത് സമ്മതിച്ചിട്ടും ഞാൻ വീണ്ടും അവർക്ക് ചാൻസ് കൊടുക്കും. എത്രയൊക്കെ മോട്ടിവേഷണൽ സ്പീച്ച് കണ്ടാലും ആരും നമ്മളെ ചതിക്കാൻ അനുവദിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ കണ്ടാൽ അവരുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നെനിക്കറിയില്ല. പക്ഷെ അവർ വീണ്ടും ചതിക്കാൻ ഞാൻ തന്നെ ഒരു അവസരം കൊടുക്കും. എൻ്റെ തെറ്റാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾ അവസരം കൊടുക്കത്തില്ലേ? നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച ആൾക്കാർ നിങ്ങളെ പറ്റിക്കുമ്പോൾ ഇനി ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളും കൊടുക്കത്തില്ലേ? സത്യം പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് നമ്മൾ മാപ്പ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് മാപ്പ് കൊടുക്കും? പക്ഷെ അതേ ആൾക്കാർ നമ്മളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മളെക്കാൾ മന്ദബുദ്ധി ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? അതും എൻ്റെ ഒരു സംശയമാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യും.